പഞ്ചാബിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും വേഗം ഒരു പുതിയ കോച്ചും പുതിയ ക്യാപ്റ്റനും ക്ലിക്ക് ചെയ്യുന്ന. റിക്കി പോണ്ടിങ് ആ കഴിഞ്ഞ കളി കഴിഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ള കൾച്ചർ കാരനാണ്, അതിൽ പ്രധാനപ്പെട്ട ഒരു അംഗം ശ്രേയസ് അയ്യരാണ്, അത് കാരണമാണ് ഞങ്ങൾ ജയിക്കുന്നത്. അതിപ്പോ പലപ്പോഴും അതാണ് ഇപ്പൊ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ഒക്കെ ഒരു രഹസ്യം അതാണ്, ആ ഡ്രസ്സിംഗ് റൂം കൾച്ചറാണ്. ഇപ്പൊ ഇന്നലെ പറഞ്ഞു ഇപ്പൊ ചെഹലായാലും ബസ് ഡ്രൈവർ ആയാലും ഞങ്ങൾ എല്ലാവരും ഒരേപോലെ തന്നെ, എല്ലാവരോടും ഒരേപോലെ തന്നെ സംസാരിക്കുക, എല്ലാവരും ഒരേ ഈക്വൽ ആണ്. അപ്പൊ അതാണ് ഓസ്ട്രേലിയൻ ഡ്രസ്സിംഗ് റൂം കൾച്ചർ, അത് അവർക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഒരു കോൺട്രവേഴ്സി ഇപ്പം ഉടലെടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രൗണ്ടിനെ പറ്റിയാണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതല്ലാത്തൊരു 2 ഗ്രൗണ്ടിലാണ് ഇനി കളി നടക്കാൻ പോകുന്നത്. പിന്നെ മാത്രമല്ല ശരിക്കും മോളിൽ നിൽക്കുന്ന ടീമിനൊന്നും അതിൻ്റെ ഒരു ഹോം അഡ്വാൻറ്റേജ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? അതും പണ്ട് തൊട്ടേ ഉള്ളൊരു പ്രശ്നം. ഇപ്പൊ ഈ കൊല്ലത്തെ ആദ്യത്തെ ഷെഡ്യൂൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഹൈദരാബാദും കൊൽക്കത്തയായിരുന്നു പ്ലേ ഓഫ് ഹോസ്റ്റ് ചെയ്യാൻ നിന്നിരുന്ന. അത് കഴിഞ്ഞ സീസണിലത്തെ പ്രകടനം വെച്ചിട്ട് ഹൈദരാബാദ് 2ാമതായിരുന്നു, കൊൽക്കത്ത ജയിച്ചു. ഇക്കൊല്ലം ടേബിൾ ടോപ്പ് ചെയ്യുന്ന ടീമിന് ഒരു ആനുകൂല്യം ഇല്ല. അത് കാരണം വേറെ ഏത് സ്പോർട്സ് എടുത്താലും ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ IPL എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ തന്നെ അമേരിക്കൻ സ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് ലളിത് മോദി ഡിസൈൻ ചെയ്തത്. അതിലൊക്കെ ഈ ടോപ്പ് ചെയ്യണ സ്പോർട്സിന് ഹോം ഫീൽഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. ഇവിടെ പഞ്ചാബിന് കിട്ടിയത് രാഷ്ട്രീയം കാരണം, അല്ലാതെ ടോപ്പ് ചെയ്തത് കാരണമല്ല. മറ്റേ അരുൺ ധുമലിന്റെ മറ്റേ HPCA കണക്ഷൻ കാരനാണ് മുലാംപൂരിൽ കളി പോയിട്ടുള്ളത്. അതേപോലെ ജയ്ഷാ കാരണം അഹമ്മദാബാദിന് ഫൈനല് കിട്ടി. അല്ലാതെ ഇത് ടേബിളിൽ എവിടെ ഫിനിഷ് ചെയ്തു നോക്കിയിട്ടല്ല. അത് പക്ഷെ ഈ സീസൺ തുടങ്ങിയതല്ല, പണ്ട് തൊട്ടേ ഉള്ള പ്രശ്നമാണ്.